Hello friends, welcome back. You can see our topic structure or components of a budget plus types of budget. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത് ബജറ്റുമായി ബന്ധപ്പെട്ട ഏരിയയാണ്. ഓക്കെ, നമ്മുടെ സിലബസിൻ്റെ പാർട്ടായിട്ട് വരുന്ന എക്സാമിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയുന്നില്ല. പാർട്ട് എ ആൻഡ് പാർട്ട് ബി എ ടു സെഡ് വാച്ച് ചെയ്തിട്ട് ബജറ്റ്, അതുപോലെ ബജറ്റ് പ്രിപ്പറേഷന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പാർട്ട് സി നിങ്ങൾ വാച്ച് ചെയ്യാൻ. ഓക്കെ, ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഒരു സ്ട്രക്ചർ ഓഫ് എ ബജറ്റ്, ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് എ ബജറ്റ്, സിമിലർലി റവന്യൂ അക്കൗണ്ട് ഓഫ് എ ബജറ്റ്. സി, റവന്യൂ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് റവന്യൂ റെസിപ്റ്റ്സ് പ്ലസ് റവന്യൂ എക്സ്പെൻഡിച്ചർ, isn't it? ഇവിടെ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇഫ് യു നോ ദ കൺസെപ്റ്റ്സ് വെരി സിസ്റ്റമാറ്റിക്കലി ആൻഡ് തറൗലി, ദ ടോപ്പിക് ഈസ് വെരി വെരി സിമ്പിൾ. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒത്തിരി കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾക്ക് വേണ്ട ഒരു ഏരിയയും കൂടിയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, റൈറ്റ്? അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കേൾക്കുന്ന ടേംസുകളാണ്. ഫോർ എക്സാമ്പിൾ, സി യൂണിയൻ ബജറ്റ് 2021-2022 അഥവാ 2021-22 യൂണിയൻ ബജറ്റ് നമ്മുടെ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പ്രസന്റ് ചെയ്തു. ഓക്കെ, ആ ബജറ്റിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അറൗണ്ട് 35 lakhs crore ആണ്. ഓക്കെ, അക്യുറേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ഞാൻ ഇവിടെ കാണിക്കാം, നിങ്ങൾ നോക്കൂ. 34,83,000 സംതിങ് ക്രോർസ്. ഓക്കെ, അറൗണ്ട് 35 lakhs crore ആണ് എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ അവിടെ ആ ടോട്ടൽ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരണം എന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ പ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ ദാറ്റ് കംസ് അണ്ടർ വേർ? റവന്യൂ അക്കൗണ്ട് ഓഫ് ദ ബജറ്റ്. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ദാറ്റ് കം അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് എ ബജറ്റ്. അപ്പോൾ ഇവിടെ റവന്യൂ അക്കൗണ്ട് ഓഫ് എ ബജറ്റ്, സിമിലർലി ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് എ ബജറ്റ്, isn't it? So we can simply see a budget, either union budget as per article 112 or state budget as per article 202. ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ സ്ട്രക്ചർ പറഞ്ഞുതരാം. ബജറ്റിന് ഞാൻ റവന്യൂ അക്കൗണ്ട്, ദെൻ സിമിലർലി ക്യാപിറ്റൽ അക്കൗണ്ട്. റവന്യൂ അക്കൗണ്ടിൽ റവന്യൂ റെസിപ്റ്റ്, ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതേ ഫിഗർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാം? യു ക്യാൻ ഡിസ്കസ് ടൈപ്സ് ഓഫ് ബജറ്റ്. സി, ബാലൻസ്ഡ് ബജറ്റ്, ദെൻ സർപ്ലസ് ബജറ്റ്, ദെൻ ഡെഫിസിറ്റ് ബജറ്റ്. ആൻഡ് ഓൾസോ യു ക്യാൻ ഡിസ്കസ് സീറോ ബേസ്ഡ് ബജറ്റിംഗ് ആൻഡ് പെർഫോമൻസ് ബജറ്റിംഗ്. അനദർ സിമ്പിൾ കൺസെപ്റ്റ്സ്. 2 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ഇപ്പോൾ ടൈപ്സ് ഓഫ് ബജറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബാലൻസ്ഡ് ബജറ്റ്, deficit budget, surplus budget, zero based budget and performance budgeting, you will get maximum mark, right? Similarly, we can also discuss the areas like some deficits related to budget, right? Revenue deficit, budget deficit, fiscal deficit, primary deficit and latest one effective revenue deficit, right? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഹിന്ദു ന്യൂസ് പേപ്പറൊക്കെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ടേംസ് ആണ് ഇതൊക്കെ. മലയാളം പത്രം വായിക്കുകയാണെങ്കിലും നമ്മൾ കേൾക്കുന്ന ടേംസ് ആണ്. റവന്യൂ കമ്മി അല്ലേ, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നിട്ട് വേറെ കൺസെപ്റ്റ്, പ്രൈമറി ഡെഫിസിറ്റ്. ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ എന്താണ്, ദാറ്റ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദി സ്ട്രക്ചർ ഓഫ് എ ബജറ്റ്. വാട്ട് അബൌട്ട് ദ റെസിപ്റ്റ്സ് ദാറ്റ് കം അണ്ടർ ഇൻ ദി ബജറ്റ് ആൻഡ് ഓൾസോ ദ വോള്യൂം ഓഫ് എക്സ്പെൻഡിച്ചർ ദാറ്റ് കംസ് അണ്ടർ ബജറ്റ്. എങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചാലും നമുക്കൊരു ഡൗട്ട്സ് ഉണ്ടാവില്ല. കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ മാക്സിമം വളരെ സിമ്പിൾ ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. എക്സാമിന് പൊതുവെ കുട്ടികൾ ടഫ് എന്ന് പറയുന്ന ഏരിയ ആണ്, ബട്ട് ഇറ്റ് ഈസ് റിയലി വെരി വെരി സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിൽ അഥവാ പാർട്ട് ഡിയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം ഡിഫറെൻറ്റ് ഡെഫിസിറ്റ്സ്. ദാറ്റ് ഈസ് ഓൾസോ സിമ്പിൾ ടോപ്പിക്. ഫിസിക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, ദെൻ ബജറ്റ് ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ് പ്ലസ് ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടില്ലേ FRBM ആക്ട്, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ബജറ്റ് മാനേജ്മെന്റ് ആക്ട്. FRBM ആക്ട് പ്രകാരം റവന്യൂ ഡെഫിസിറ്റ് 0 ആക്കണം. 2003-04
ഇംപ്ലിമെൻറ്റ് ചെയ്തു. കാരണം ന്യൂസിലാൻഡ് ബേസ് ചെയ്തിട്ട് അവിടുത്തെ എക്കോണമിയിൽ നിന്ന് കടമെടുത്തതാണ് നമ്മുടെ FRBM എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ വെരി സിമ്പിൾ. FRBM കൺസെപ്റ്റ് 2004-05 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2008-09 റവന്യൂ ഡെഫിസിറ്റ് 0 ആക്കണം, ഫിസിക്കൽ ഡെഫിസിറ്റ് 3% ഓഫ് GDP. GDP മീൻസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അത് വീണ്ടും നമ്മൾ അമെൻഡ് ചെയ്തു. ദെൻ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് 0 ആക്കണം, റവന്യൂ ഡെഫിസിറ്റ് 1.5% ഓഫ് GDP, ഫിസിക്കൽ ഡെഫിസിറ്റ് അഗെയിൻ 3% ഓഫ് GDP. അത് നമ്മളിങ്ങനെ ഓരോ വർഷം പോസ്റ്റ്പോൺ ചെയ്തു. കാരണം ഗവൺമെൻറ് എന്താണ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് മീറ്റ് ചെയ്യാനുള്ള ഏർണിങ്സ് ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നിന്ന് തന്നെ കണ്ടെത്തണം. ഇതുപോലുള്ള ഫിസിക്കൽ കൺസോളിഡേഷൻ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ കോർത്തിണക്കിയിട്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഡിസ്കസ് ചെയ്യാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്. അങ്ങനെയല്ല. ഇറ്റ് ഈസ് എ വൈഡ് ആൻഡ് വെരി കോംപ്രഹെൻസീവ് ടോപ്പിക്. But we are actually confining or restricting our discussion based on our examination point of view, either university examination or competitive examination. Okay, അപ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യവും ഇടാതെ സ്കിപ്പ് ചെയ്യാതെ A to Z അനലൈസ് ചെയ്യാം. റൈറ്റ്. We can see the structure of the budget. ഓക്കെ, വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സാമിന് നിങ്ങൾക്ക് എസ്സേയോ അല്ലെങ്കിൽ 5 മാർക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്താൽ A to Z അതിലുണ്ട്. ഓക്കെ, മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 2 അക്കൗണ്ട്സ് ആണുള്ളത്. റൈറ്റ്, റവന്യൂ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. റവന്യൂ അക്കൗണ്ട് ഇൻക്ലൂഡ്സ് റവന്യൂ റെസിപ്റ്റ്സ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കുക. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് സെക്കൻഡിൽ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ടും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ വാച്ച് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റിലേറ്റഡ് ടു എക്സ്റ്റേണൽ സെക്ടർ. See, budget, here we can see both revenue account and capital account. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ഇവിടെ കറണ്ട് അക്കൗണ്ട് ഉപയോഗിച്ചിരുന്നു. കറണ്ട് അക്കൗണ്ട്, ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് ഇൻവെസിബിൾസ്. റൈറ്റ്. സിമിലർലി ക്യാപിറ്റൽ അക്കൗണ്ട് അതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസലായിട്ട് ഒഫീഷ്യൽ സെറ്റിൽമെൻറ്റ് അക്കൗണ്ട്. അവിടെ ക്രെഡിറ്റ് ഡെബിറ്റ് എന്ന ഉപയോഗിച്ചിരുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് റെസിപ്റ്റ്സ്, എക്സ്പെൻഡിച്ചർ. റൈറ്റ്. അപ്പോൾ നിങ്ങൾ പെയറായിട്ട് വേണമെങ്കിൽ പഠിക്കാം. എക്സ്റ്റേണൽ സെക്ടറിൽ വരുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റും അതുപോലെ ബഡ്ജറ്റ് ഓഫ് ദി കൺട്രി. ഇറ്റ് ഈസ് റിയലി വെരി സിമ്പിൾ. റൈറ്റ്. ഇവിടെ ഞാൻ അനലൈസ് ചെയ്യുന്ന പെർസ്പെക്റ്റീവ് യൂണിയൻ ബഡ്ജറ്റ്. സെൻട്രൽ ഗവൺമെൻറ് പ്രസൻറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ 112 ബേസ് ചെയ്തിട്ടുള്ള യൂണിയൻ ബഡ്ജറ്റിൻ്റെ ഫോർമാറ്റാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ്. സി, ലിസൺ വെരി കെയർഫുള്ളി. റവന്യൂ അക്കൗണ്ട്, ഹിയർ യു ക്യാൻ സി റവന്യൂ റെസിപ്റ്റ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ആ പോയിന്റ് തറവായിട്ട് മനസ്സിലാക്കുക. Similarly, second part, you can see capital account. It involves both, capital receipts as well as capital expenditure. Right. ഇനി ഇവിടെ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ അക്കൗണ്ട് ഓഫ് ദ ബഡ്ജറ്റ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദ ബഡ്ജറ്റ്. റൈറ്റ്. റവന്യൂ അക്കൗണ്ട് ഓഫ് ദ ബഡ്ജറ്റ് നിങ്ങളെ മനസ്സിൽ വെക്കേണ്ട 2 കീ വേർഡ്സ് ഞാൻ തരാൻ പോവാണ്. റവന്യൂ അക്കൗണ്ട് മീൻസ് which includes day-to-day operations of the government. വളരെ തറവായിട്ട് മനസ്സിലാക്കുക. ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ ഗവൺമെൻറ്റിന് കിട്ടുന്ന ഏർണിങ്സ് ആണെങ്കിൽ അതെന്താണ്? റവന്യൂ റെസിപ്റ്റ് ആണ്. റൈറ്റ്. ദാറ്റ് ഈസ് ദോസ് റെസിപ്റ്റ്സ് ഓർ ദോസ് ഏർണിങ്സ് ഓഫ് ദ ഗവൺമെൻറ് ഫ്രം ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ്. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിന് കിട്ടുന്ന എല്ലാ റവന്യൂസ് അല്ലെങ്കിൽ ഏർണിങ്സിന് വിളിക്കുന്ന പേരാണെന്ത്? റവന്യൂ റെസിപ്റ്റ്സ്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ച ടേം എന്താണ്? ഒന്ന്, ഇറ്റ് ഈസ് കറന്റ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, കറന്റ് ട്രാൻസാക്ഷൻസ്, ദാറ്റ് ഈസ് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ്. സിമിലർലി ഇറ്റ് ഈസ് റെഗുലർ ഇൻ നാച്ചർ ഓർ റിക്കറിംഗ് ഇൻ നാച്ചർ. റെഗുലർ ഓർ റിക്കറിംഗ്. ഓക്കെ, റിക്കറിംഗ് മീൻസ് റിപ്പീറ്റ് ചെയ്ത്. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത്
മീൻസ് റുട്ടീനായിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് സ്ഥിരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വരുമാനവും അല്ലെങ്കിൽ റെസിപ്റ്റും എന്താണ്? റവന്യൂ റെസിപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിൽ ഉപയോഗിക്കേണ്ട ടേംസ് എന്താണ്? ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ഗവൺമെൻറ്, ദാറ്റ് ഈസ് ഇൻ എ കറന്റ് ട്രാൻസാക്ഷൻസ്, isn't it? റവന്യൂ റെസിപ്റ്റ്സിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഐറ്റംസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ടാക്സ് റവന്യൂ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ടാക്സും ഡെഫിനിഷനും ഒബ്ജക്റ്റീവ്സും ടൈപ്സ് ഓഫ് ടാക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നികുതി, ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് റവന്യൂ, ദാറ്റ് ഈസ് ഇൻകം ഫ്രം ടാക്സസ്, ഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് എക്സെട്ര. പ്രീവിയസ് വീഡിയോസിൽ A to Z അനലൈസ് ചെയ്തതാണ്. അപ്പോൾ ടാക്സ് റവന്യൂ ദാറ്റ് കംസ് അണ്ടർ റവന്യൂ റെസിപ്റ്റ്സ്. കാരണം എന്താ? ഡേ ടു ഡേ ട്രാൻസാക്ഷൻസിൽ കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് കറന്റ് ട്രാൻസാക്ഷൻസ് ഓഫ് ദ ഗവൺമെൻറ്. ടാക്സ് റവന്യൂ കിട്ടിയത് കൊണ്ട് ഗവൺമെൻറ്റിന് എന്തില്ല? ലയബിലിറ്റി കൂടുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നോ ലയബിലിറ്റി. ഈ ടേമാണ് നിങ്ങൾ മനസ്സിലുണ്ടാവേണ്ടത്. നോ ലയബിലിറ്റി, ഒരു ബാധ്യതയും ഗവൺമെൻറ്റിനില്ല. കാരണം എന്താ? ഗവൺമെൻറ്റിന് നികുതി കളക്ട് ചെയ്തു, ആ നികുതി ടാക്സ് പേയർക്ക് തിരിച്ചു കൊടുക്കണം? നെവർ, isn't it? ലോൺ ആണെങ്കിലോ, ലോൺ എന്ന് പറയുന്നത് പലിശയും കൊടുക്കണം, മുതലും തിരിച്ചു കൊടുക്കണം. ദാറ്റ് ഈസ് വൈ ദാറ്റ് കം അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, റവന്യൂ അക്കൗണ്ടിലെ റവന്യൂ റെസിപ്റ്റ്സ് ഗവൺമെൻറ്റിന് ഇൻകം വരികയാണ്. ഓക്കെ, ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുകയാണ്. പക്ഷെ ആ വരുമാനം കിട്ടുന്നത് കൊണ്ട് ഗവൺമെൻറ്റിന് എന്തില്ല? ഒരു ലയബിലിറ്റിയും ഇല്ല. സിമിലർലി, നോ കട്ട് ഇൻ ഗവൺമെൻറ് ഓർ നോ റിഡക്ഷൻ ഇൻ ഗവൺമെൻറ് അസറ്റ്സ്. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കണേ. ഗവൺമെൻറ്റിൻ്റെ അസറ്റ്സിൽ എന്താണ്? ഒരു കുറവും വരുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് സാലറി കിട്ടി. ഓക്കെ, സാലറി കിട്ടുന്നത് കൊണ്ട് എനിക്ക് അസറ്റിൽ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? ഇല്ല. എനിക്ക് 1,00,000 രൂപ ഞാൻ മൊബിലൈസ് ചെയ്തു ബൈ സെല്ലിങ് മൈ പ്രോപ്പർട്ടി. എൻ്റെ പറമ്പ് വിറ്റിട്ട് എനിക്ക് ഒരു 10 ലക്ഷം രൂപ ഏണിങ്സ് കിട്ടി. റെസിപ്റ്റ് ആണ്, പക്ഷേ എൻ്റെ അസറ്റ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ റവന്യൂ റെസിപ്റ്റ്സിൻ്റെ പ്രത്യേകത, ഒന്നാമത്തെ കോമ്പണന്റ് ടാക്സ് റവന്യൂ ആണ്. ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കറിയാം. രണ്ടാമത്തെ കോമ്പണന്റ് എന്താണ്? നോൺ ടാക്സ് റവന്യൂ ആണ്, അല്ലെ? നികുതിയേതര വരുമാനം. ഓക്കെ, സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂ. നിങ്ങൾ ആ വീഡിയോ വാച്ച് ചെയ്യണം. നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഐറ്റംസ് വരും? ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് റെസിപ്റ്റ്സ്. ഓക്കെ, പ്രോഫിറ്റ്സ് ഫ്രം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഓക്കെ, ഗവൺമെന്റ് റൺ ചെയ്യുന്ന റെയിൽവേയിൽ നിന്ന് കിട്ടുന്ന ലാഭം, RBIയിൽ നിന്ന് കിട്ടുന്ന ലാഭം. കാരണം RBI ഈസ് ദ 100% ഓണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സിമിലർലി ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ONGCയിൽ നിന്നൊക്കെ കിട്ടുന്ന, BSNL നിന്നൊക്കെ കിട്ടുന്ന ലാഭം എവിടെ വരിക? നോൺ ടാക്സ് റവന്യൂ ആണ്. കാരണം എന്താ? തിരിച്ചു കൊടുക്കണോ? ബാധ്യത ഉണ്ടോ? ഇല്ല. ഗവൺമെന്റിന് എന്തെങ്കിലും അസറ്റ് കുറഞ്ഞിട്ടുണ്ടോ? നെവർ. ഗവൺമെന്റിന് ബാധ്യത വരുന്നതും ഗവൺമെന്റിന്റെ ഏണിങ്സ് കൊണ്ട് ഗവൺമെന്റിന് അസറ്റ് കുറയുകയാണെങ്കിൽ അത് എവിടെ വരും? ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഓക്കെ, ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. നോൺ ടാക്സ് റവന്യൂ ദാറ്റ് ഈസ് ലൈസൻസ് ഫീ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്പെഷ്യൽ അസസ്മെന്റ്, എസ്റ്റേറ്റ്, ഫോർഫീച്ചേഴ്സ്, എക്സെട്ര എക്സെട്ര. എക്സ്പോർട്ട് ലൈസൻസ്, ഇമ്പോർട്ട് ലൈസൻസ്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ ഏതാണ്? നോൺ ടാക്സ് റവന്യൂ ആണ്. നോ മോർ ലയബിലിറ്റി, നോ റിഡക്ഷൻ ഇൻ ദി ഗവൺമെന്റ് അസറ്റ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, റവന്യൂ റെസിപ്റ്റ്സിൽ വരുന്നത്. ഡേ ടു ഡേ ഏണിങ്സിൽ ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനം. റൈറ്റ്, ഇത് ഓക്കെ അല്ലേ? നൗ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇവിടെ നിങ്ങൾ നല്ലൊരു ടേം മനസ്സിലാക്കേണ്ടത്, ഹിയർ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആണ് ഇവിടെ, അല്ലേ? ഗവൺമെന്റിന് ഒരു ബാധ്യതയും ക്രിയേറ്റ് ചെയ്യാത്ത റെസിപ്റ്റ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. നൗ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, റവന്യൂ അക്കൗണ്ടിൽ രണ്ട് പാർട്ടാണ്, റവന്യൂ റെസിപ്റ്റ്, ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ആണ്, അല്ലെ? ചെലവാക്കലാണ്. സി, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെന്റിൽ വരുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും വരുന്നത് എവിടെയാണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, നിങ്ങൾ നോക്കൂ, ലോ ആൻഡ് ഓർഡർ ആൻഡ് ഓൾസോ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, പോലീസ്, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട മേഖലയിൽ വരുന്ന എല്ലാ ചെലവുകളും എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, ലോ ആൻഡ് ഓർഡർ. സിമിലർലി ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, ഗവൺമെന്റിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചറിലെ ഏറ്റവും ബിഗ് ആയിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് ഫണ്ട് ഗവൺമെന്റ് ചെലവാക്കുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സിനാണ്.
ഓക്കെ, അത് കേരള ബജറ്റ് എടുക്കുകയാണെങ്കിലും യൂണിയൻ ബജറ്റ് എടുക്കുകയാണെങ്കിലും റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഏറ്റവും കൂടുതൽ വരുന്ന കോമ്പണന്റ് ഏതാണെന്ന് കോമ്പറ്റേറ്റീവ് എക്സാംസിനോ യൂണിവേഴ്സിറ്റി എക്സാംസിനോ ചോദിച്ചാൽ ഒരു ഡൗട്ടും വേണ്ട, യു ക്യാൻ ജസ്റ്റ് ആൻസർ ദിസ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കണേ, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകരുത്. കാരണം എന്താ, ലോൺ ആവട്ടെ അല്ലെങ്കിൽ വായ്പ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വായ്പ കൊടുത്തത് തിരിച്ചു കിട്ടുന്നതൊക്കെ എവിടെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. പക്ഷെ പലിശ വരികയാണ്. ഇപ്പോൾ യൂണിയൻ ഗവൺമെന്റ് കേരള ഗവൺമെന്റിന് ലോൺ കൊടുത്തു. ഓക്കെ, ലോൺ കൊടുക്കുന്നത് എവിടെ വരുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലെ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ ആ ലോണിന് കേരള ഗവൺമെന്റ് എന്ത് ചെയ്യും? പലിശ ആർക്ക് കൊടുക്കും? സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കും. ആ പലിശ സെൻട്രൽ ഗവൺമെന്റിന് എവിടെ വരിക? റവന്യൂ റെസിപ്റ്റ് ആണ്, നോൺ ടാക്സ് റവന്യൂല്. Similarly, another components that come under revenue expenditure, subsidies, pension, grants to states. നല്ല രീതിയിൽ മനസ്സിലാക്കണം. grants to states, expenditure on maintenance and repairs. That is very important. Okay, listen very carefully. Expenditure on maintenance and repairs. ഈ എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന പേരാണ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. കാരണം മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർസ് എന്ന് പറയുന്നത്, ഞാനൊരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ വർഷം ഒരു പാലം ഉണ്ടാക്കി. പാലം ഉണ്ടാക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. കാരണം എന്താ, ഒരു അസറ്റ് ക്രിയേഷൻ വരുന്നുണ്ട്. പക്ഷെ ആ പാലം മെയിൻ്റെനൻസ് വരികയാണ്, റീപെയിന്റിങ്ങോ അല്ലെങ്കിൽ റിപ്പയറോ കാര്യങ്ങളോ വരുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യും? കുറച്ച് ഫണ്ട് ചെലവാകും. ആ ഫണ്ട് ചെലവാക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, എവിടെ വരിക? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. ഒരു പുതിയ അസറ്റ് ക്രിയേഷൻ അല്ല, അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി പണിത് കഴിഞ്ഞിട്ടുള്ള അസറ്റ്സിന്റെ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർസ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. ഓൾ ദീസ് ഐറ്റംസ്, ഓക്കെ, pensions, salaries, interest payments, law and order, subsidies, etc. Non-developmental expenditure. Okay, non-developmental expenditure. See, we have discussed the classification of public expenditure. Avade revenue expenditure, capital expenditure, ആ ടൈപ്പിലേക്ക് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. See, developmental expenditure and non-developmental expenditure. Okay, this is about the revenue expenditure. Revenue account, revenue receipts, then revenue expenditure. Revenue expenditure പ്രത്യേകത കാരണം ഡേ ടു ഡേ ഗവൺമെന്റ് ഓപ്പറേഷൻസിലുള്ള ചെലവുകളാണ്. ഈ എക്സ്പെൻഡിച്ചറിന്റെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സ്പെൻഡിങ് കൊണ്ട് നോ അസറ്റ് ക്രിയേഷൻ. ഓക്കെ, എക്കോണമിയിൽ പാലോ റോഡോ എയർപോർട്ടോ ഇൻഫ്രാസ്ട്രക്ചർ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ടോ? നോട്ട് അറ്റ് ഓൾ. ഓക്കെ, ഒരു അസറ്റ് ക്രിയേഷൻ വരുന്നില്ല. സിമിലർലി നോ റിഡക്ഷൻ ഇൻ ലയബിലിറ്റീസ്. ഗവൺമെന്റിന്റെ എന്തെങ്കിലും ബാധ്യത കുറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഗവൺമെന്റ് വായ്പ എടുത്തത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏതാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. വായ്പ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? ഗവൺമെന്റിന്റെ ബാധ്യത കുറഞ്ഞു എന്ന് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെ വരുന്നുണ്ടോ? ഇല്ല. ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ബാധ്യത കുറക്കൂലോ. നല്ല രീതിയിൽ മനസ്സിലാക്കാം. ഞാൻ 5 ലക്ഷം രൂപ വായ്പ എടുത്തു. വായ്പയുടെ പലിശ മാത്രം ഞാൻ അടക്കുകയാണെങ്കിൽ എന്റെ ബാധ്യത കുറയും? ഇല്ല. എന്റെ ബാധ്യത കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ഭാഗവും ഞാൻ എന്ത് ചെയ്യണം? തിരിച്ചടക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എവിടെ വരുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. ഇവിടെ ബാധ്യത കുറയുന്നില്ല. ഇപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചർ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ 2 കീ വേർഡ് ആണ്. ഒന്നെന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ഫലമായിട്ട് ഒരു അസറ്റ് ക്രിയേഷനും വരുന്നില്ല. അതുപോലെ തന്നെ എക്കോണമിയിലെ ലയബിലിറ്റീസ് കുറയുന്നുമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗവൺമെന്റിന്റെ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ ഡേ ടു ഡേ റെസിപ്റ്റ്സ് കൊണ്ട് കഴിയണം. ദാറ്റ് ഈസ് ഗുഡ്. ഓക്കെ, ഗവൺമെന്റ് നല്ല സാലറി കൊടുത്തോട്ടെ, ഡിഫൻസും കാര്യങ്ങളും ലോ ആൻഡ് ഓർഡർ ഒക്കെ വളരെ സ്ട്രെങ്തൻ ചെയ്തോട്ടെ, ബട്ട് അത് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാവരുത്, വായ്പ എടുത്തിട്ട് ഉപയോഗിച്ചുകൊണ്ടാവരുത്. ഓക്കെ, അപ്പൊ ഞാൻ ബിരിയാണിയും അതുപോലെ നല്ല നല്ല ഫുഡൊക്കെ കഴിക്കുന്നത് ദാറ്റ് ഈസ് ഗുഡ്. എങ്ങനെയാണെങ്കിൽ എന്റെ റവന്യൂ റെസിപ്റ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ, എന്റെ പറമ്പ് വിറ്റിട്ടോ അല്ലെങ്കിൽ വീട് വിറ്റിട്ടോ അല്ലെങ്കിൽ പല ഫണ്ടുകളും മറ്റൊരാളുടെ അടുത്ത് നിന്ന് വായ്പ വാങ്ങിയിട്ട് ഞാൻ എക്സ്പെൻഡിച്ചർ, എന്റെ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നത് നല്ലതാണോ? നെവർ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഗവൺമെന്റിന്റെ കേസ്. ഗവൺമെന്റിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ ഗവൺമെന്റിന് എന്ത് വേണം? റവന്യൂ റെസിപ്റ്റ്സ് വേണം. ഇന്ത്യന്റെ കേസിലും അത് ഇഷ്യൂ ഉണ്ട്. കേരള ഗവൺമെന്റിന്റെ കേസിലും എന്താണ്? റവന്യൂ റെസിപ്റ്റ്സ് കുറവാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഗണ്യമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്.
പല റവന്യൂ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? വായ്പ എടുക്കുന്നു. വായ്പ എടുക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നു. അത് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് കൊണ്ട് കൂട്ടുന്നു. ഓക്കെ, see this is about revenue account, revenue receipts and revenue expenditure. Now we can discuss capital account of the budget. Okay, revenue account of the budget നമ്മൾ കഴിഞ്ഞു. Capital accountന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, here you can see two accounts, that is capital receipts then capital expenditure. Capital receipts ന്റെ പ്രത്യേകത ഇവിടെ നോക്കി നിങ്ങൾ, borrowings, loans and borrowings. Similarly, receipts from disinvestment, then receipts from selling government assets and also recovery of loans. വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇവിടെ ക്യാപിറ്റൽ റെസിപ്റ്റ്സിന്റെ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ രണ്ട് കീവേഡ് തരാണ്. ക്യാപിറ്റൽ റെസിപ്റ്റ്സിന്റെ പ്രത്യേകത, ഇറ്റ് വിൽ ഐദർ ഇൻക്രീസ് ലയബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ബാധ്യത കൂടും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇവിടെ മനസ്സിലാക്കേണ്ടത്, capital account, that is part and parcel of budget, that shows long-term transactions of the government or other transactions that either creates assets in the country or creates liability in the country. Okay, ഗവൺമെന്റിന്റെ ട്രാൻസാക്ഷൻസ് കൊണ്ട് എക്കോണമിയിലെ അസറ്റ് ക്രിയേഷനോ അല്ലെങ്കിൽ ലയബിലിറ്റി ബന്ധപ്പെട്ട് അത് കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ആ അക്കൗണ്ടിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. Okay, neither assets creation nor liability matter, then that account is known as revenue account. Okay, then capital account ile capital receipts ന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. റെസിപ്റ്റ് എന്ന് പറയുന്ന കാരണം എന്താണ്? ഗവൺമെന്റിന് ക്യാഷ് കിട്ടുക. Okay, fund, it is actually incoming of fund. Okay, that is why receipts. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, borrowings, ഗവൺമെന്റ് വായ്പ എടുക്കുകയാണല്ലോ, വായ്പ എടുക്കുന്നത് പലിശയും കൊടുക്കണം, അതുപോലെ മുതലും തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആക്കാൻ അങ്ങനെ ചിന്തിക്കുക. വായ്പ എടുക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റിന് ഫണ്ട് കിട്ടണം, ഇൻകമിംഗ് ഓഫ് ഫണ്ട് ആണ്. ഫണ്ട് ഇങ്ങോട്ട് വരുന്നത് എന്താണ്? റെസിപ്റ്റ് ആണ്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ചെലവാകുന്നത് എന്താണ്? എക്സ്പെൻഡിച്ചർ ആണ്. ദാറ്റ് ഈസ് ദ പോയിന്റ്. ഓക്കെ, ഇത്രയും സിമ്പിൾ ആയിട്ട് ഇനി പറയാൻ കഴിയില്ല കേട്ടോ. ഗവൺമെന്റിന് വരുന്നത് റെസിപ്റ്റും പോകുന്നത് എക്സ്പെൻഡിച്ചർ ആണ്. ഗവൺമെന്റ് വരുന്ന റെസിപ്റ്റില് അസറ്റോ ലയബിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ അത് റവന്യൂ അക്കൗണ്ടിൽ വരും. അസറ്റോ ലയബിലിറ്റി വരികയാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലും വരും. ഓക്കെ, നൗ ദാറ്റ് ഈസ് ബോറോയിങ്സ്. ബോറോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. കാരണം എന്താ? ദർ ഈസ് എ ലയബിലിറ്റി. എന്താ ലയബിലിറ്റി? മുതൽ തിരിച്ചു കൊടുക്കണം. ഓക്കെ, പലിശ കൊടുക്കുന്നത് എവിടെ വരാം? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. കാരണം ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഡേ ടു ഡേ ബേസിസിലാണ്. ഓക്കെ, അതുപോലെ ഗവൺമെന്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നതാണ്. ഇപ്പോൾ ബിസിനസ് തുടങ്ങുക, റെയിൽവേ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വരുന്നത് എവിടെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. പക്ഷെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം, പ്രോഫിറ്റ്സ് ഫ്രോം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് എവിടെ വരിക? റവന്യൂ റെസിപ്റ്റ്സിലാണ് വരിക. ഓക്കെ, ഇന്ത്യയുടെ റെയിൽവേ, BSNL, ONGC അല്ലെങ്കിൽ RBI നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ പങ്ക് എവിടെ വരിക? റവന്യൂ റെസിപ്റ്റ്സ് ആണ്. അത് മറക്കരുത്. റൈറ്റ്. സോ ക്യാപിറ്റൽ റെസിപ്റ്റിൽ ഫസ്റ്റ് കോമ്പണന്റ് ലോൺസ് ആൻഡ് ബോറോയിങ്സ്. ദെൻ സെക്കൻഡ് വൺ receipts from disinvestment. Disinvestment means selling government shares to the public. Okay, കാരണം പ്രൈവറ്റിനോ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിന് എന്താണ്? ഗവൺമെന്റിന്റെ ഓഹരി വിൽക്കുക, റെയിൽവേന്റെ ഓഹരി വിൽക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കമ്പനിയുടെ, ഇപ്പൊ SBI ഗവൺമെന്റിന് ഓഹരി ഉണ്ട്, 10% ഓഹരി വിൽക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഇവിടെ ഒരു ടേം ശ്രദ്ധിക്കുക. ഗവൺമെന്റിന്റെ ഓഹരി വിൽക്കുന്നത് ഗവൺമെന്റിൽ നിന്ന് ഓണർഷിപ്പ് പ്രൈവറ്റ് സെക്ടറിന് പോകുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. എന്താ പേര്? സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, or simply we can call it as privatization. Okay, അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എയർ ഇന്ത്യ ഗവൺമെന്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്. അതിൽ നിന്ന് ഗവൺമെന്റിന് റെസിപ്റ്റ് കിട്ടും. എവിടെയാണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. കാരണം എന്താണ്? എയർ ഇന്ത്യ ഗവൺമെന്റിന്റെ അസറ്റ് ആയിരുന്നു, അസറ്റ് കുറഞ്ഞു. ഓക്കെ, ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അസറ്റ് കുറയുക അല്ലെങ്കിൽ ലയബിലിറ്റി കൂടുക എവിടെ വരും? ക്യാപിറ്റൽ റെസിപ്റ്റിൽ വരും. നൗ we can see receipts from selling government assets. ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി, മെഷീനറീസ്, ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളൊക്കെ വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റ് എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അവിടെ അസറ്റ് കുറയുന്നുണ്ട്. The recovery of loans, that is also very important. Recovery of loans. What is the meaning? Loan, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. See, ഞാൻ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വായ്പ തന്നു.
ഞാൻ നിങ്ങൾക്ക് വായ്പ തരാണ് കേട്ടോ, 5 ലക്ഷം എനിക്ക് തിരിച്ചു തരണം പലിശയ്ക്ക്. ഞാൻ വായ്പ തരിക എന്ന് പറഞ്ഞാൽ ഐ ആം ദ ലെൻഡർ. ഓക്കെ, ഞാൻ വായ്പ തരിക. സി, അല്ലെങ്കിൽ എന്നെ ക്രെഡിറ്റർ എന്ന് വിളിക്കാം. വായ്പ കൊടുക്കുന്ന ആള് ലെൻഡിങ് അല്ലെ, ലെൻഡിങ് ആണ് ആ പ്രോസസ്സിന് വിളിക്കുന്നത് ഒരു ലെൻഡിങ്. വായ്പ കൊടുക്കുന്നത് ലെൻഡർ അല്ലെങ്കിൽ ക്രെഡിറ്റർ. വായ്പ വാങ്ങുന്ന ആളെന്താ? ബോറോവർ ഓർ ഡെപ്റ്റർ. ഓക്കെ, DEBTOR, ഡെപ്റ്റർ. ആ ടേമൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വായ്പ തന്നു, നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് അത് തിരിച്ചു തരും. ആ തിരിച്ചു തരുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് റിക്കവറി ഓഫ് ലോൺസ്. ദാറ്റ് ഈസ് ഐ ആം ഗെറ്റിംഗ് ദ എമൗണ്ട് ബാക്ക്. ഓക്കെ, ആഫ്റ്റർ സം പീരിയഡ് നിങ്ങൾ എനിക്ക് തിരിച്ചു തരുന്നതാണ് റിക്കവറി ഓഫ് ലോൺസ്. ഞാൻ വായ്പ തരുന്നത് എന്താണ്? ലെൻഡിങ് ആണ്. ഓക്കെ, ആ ടേം മനസ്സിലാക്കുക. അപ്പൊ റിക്കവറി ഓഫ് ലോൺസ് എന്താ? എനിക്ക് ഫണ്ട് കിട്ടുകയാണ്, അതെന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. കാരണം എന്താ? ഇനി എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുമോ? അവിടെ ഇനി എനിക്ക് എന്താണ്? ഒരു ക്ലെയിം ഇല്ല. അവിടെ എന്താണ്? അസറ്റ് ഇനി എനിക്ക് ആ ക്ലെയിം ഇല്ല. അതുകൊണ്ടാണ് അത് ഇതിൽ വരുന്നത്, ക്യാപിറ്റൽ റെസിപ്റ്റിൽ വരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ആ ലോണിൽ നിന്ന് ഗവൺമെന്റിന് എന്ത് കിട്ടാറുണ്ട്? പലിശ കിട്ടാറുണ്ട്. ഇൻട്രസ്റ്റ് റെസിപ്റ്റ് ഉണ്ട്. എവിടെ വരാ? റവന്യൂ റെസിപ്റ്റിലാണ് വരാ. എവിടെ വരും അത്? നോൺ ടാക്സ് റവന്യൂല് വരും. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ ഗവൺമെന്റ് ഓഹരിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡന്റ് അല്ലെ, ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് ഡിവിഡന്റ്. ഗവൺമെന്റിന് ഡിവിഡന്റ് കിട്ടുകയാണെങ്കിൽ എവിടെ വരും? നോൺ ടാക്സ് റവന്യൂല് വരും. ഏതിന്റെ ഭാഗമാണ്? റവന്യൂ റെസിപ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്യാപിറ്റൽ റെസിപ്റ്റ്സിൽ വരുന്നത്. അവിടെ that is either increase in the liability of the government or reduction in the assets of the government. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കുക, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. Then another component you can see, capital expenditure. നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ പ്രത്യേകത, സി, രണ്ട് കാര്യങ്ങൾ കേട്ടോ, എല്ലാത്തിനും കീവേഡ്സ് ഞാൻ തരുന്നുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് ചെലവാക്കണ്ട അല്ലെ, ഔട്ട് ഗോയിങ് ഓഫ് ഫണ്ട് ഫ്രം ദി ഗവൺമെന്റ്. ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് പുറത്തു പോവാണ്. ഇറ്റ് വിൽ റെഡ്യൂസ് ലയബിലിറ്റി ഓഫ് ദി ഗവൺമെന്റ്. ഓക്കെ, ഇവിടെ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഗവൺമെന്റിന്റെ ബാധ്യത കുറയും. ഓർ ഇൻക്രീസ് ദ അസറ്റ്സ് ഓഫ് ദി ഗവൺമെന്റ്. ഓക്കെ, ഈ കീവേഡ് വെച്ച് പോവാണെങ്കിൽ ഒരിക്കലും ഒരു ഡൗട്ടും വരില്ല. ഒന്നെങ്കിൽ ഗവൺമെന്റിന്റെ ബാധ്യത കുറയും, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അസറ്റ്സ് കൂടും. അങ്ങനെ വരികയാണെങ്കിൽ അതെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഞാൻ എക്സാമ്പിൾ വരച്ച്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നതാണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ദാറ്റ് ഈസ് സ്പെൻഡിങ് ഓൺ റോഡ് കൺസ്ട്രക്ഷൻ, റെയിൽവേ, ബ്രിഡ്ജസ്, എയർപോർട്ട്, എക്സെട്ര എക്സെട്ര. അങ്ങനെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. ഗവൺമെന്റിന്റെ അസറ്റ്സ് കൂടാണല്ലോ. സി, റവന്യൂ എക്സ്പെൻഡിച്ചറിലാണെങ്കിൽ അസറ്റ് കൂടുതല, സാലറി, പെൻഷൻ, സബ്സിഡി ഒക്കെയാണ് പോകുന്നത്. Isn't it? So physical infrastructure, then lending to state governments, giving loans, വായ്പ കൊടുക്കുക. ഇപ്പൊ യൂണിയൻ ഗവൺമെന്റ് കേരള സ്റ്റേറ്റിന് 100 കോടി വായ്പ കൊടുത്തു. വായ്പ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ വരാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, നിങ്ങൾ അപ്പൊ ചിന്തിക്കരുത് ആ വായ്പ തിരിച്ചു കിട്ടുമല്ലോ. തിരിച്ചു കിട്ടുമ്പോ എവിടെ വരും? ക്യാപിറ്റൽ റെസിപ്റ്റിൽ വരും. ഫണ്ട് വരുന്നത് റെസിപ്റ്റ്, ഫണ്ട് പോകുന്നത് എക്സ്പെൻഡിച്ചർ. അതാണ് കീവേഡ്, മറക്കരുത്. സോ ലെൻഡിങ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇവിടെ ലോൺ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഞാൻ ഇവിടെ എന്ത് പറഞ്ഞു? ഗ്രാന്റ്സ് ടു സ്റ്റേറ്റ്സ് പറഞ്ഞിരുന്നു അല്ലെ. ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് പഠിക്കുമ്പോൾ ഈ ടേം നിങ്ങൾ മനസ്സിൽ വേണം കേട്ടോ, ഗ്രാന്റ്സ് ടു സ്റ്റേറ്റ്സ്. ഇവിടെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത് ലോൺസ് ഉണ്ട്, ഗ്രാന്റ് ഉണ്ട്, എയ്ഡ് ഉണ്ട്, ഗിഫ്റ്റ് ഉണ്ട്. ഈ 4 ടേംസിന്റെ ഡിഫറൻസ് പറയാൻ പറ്റുമോ? ലോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 4 കോമ്പണന്റിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏതായിരിക്കും? നിങ്ങൾ ഗിഫ്റ്റ് എടുക്കും അല്ലെങ്കിൽ ഗ്രാന്റ് എടുക്കും അല്ലെ. കാരണം ലോൺസ് എന്ന് പറയുന്നത് എന്താണ്? ബാധ്യതയാണ്. ലോൺ എടുത്താൽ അതിന്റെ പലിശയും കൊടുക്കണം, മുതലും കൊടുക്കണം. ഓക്കെ, രണ്ടാമത്തെ കേസ് ഗ്രാന്റ്. ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ട, പക്ഷെ ഒരു ക്ലോസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യൂണിയൻ ഗവൺമെന്റ് കേരള ഗവൺമെന്റിന് 50 കോടി ഗ്രാന്റ് കൊടുത്തു എന്തെങ്കിലും ഒരു അസറ്റ് ക്രിയേഷന് വേണ്ടി. ഓക്കെ, ആ ഗ്രാന്റ് 2 വർഷത്തേക്കാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം കേരള ഗവൺമെന്റ് എത്രയാണോ ഗ്രാന്റ് കിട്ടിയത് അത് ആ 2 വർഷത്തിനുള്ളിൽ യൂട്ടിലൈസ് ചെയ്തില്ല. യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പത്രത്തിലൊക്കെ കാണാറുണ്ടല്ലോ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പഞ്ചായത്തിന്റെ ഇത്ര ശതമാനം ഫണ്ട് ലാപ്സ് ആയി. ഓക്കെ, ചിലത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വേൾഡ് ബാങ്കോ ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കോ, അവരൊക്കെ ഗ്രാന്റ് നൽകും. അത് ഇത്ര വർഷം കൊണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലാപ്സ് ആയി. അതാണ് ഗ്രാന്റിന്റെ പ്രത്യേകത. എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസോ അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഗവൺമെന്റിനെ സഹായിക്കുന്നതാണത് എയ്ഡ്.
ഓക്കെ, നിങ്ങൾ ആലോചിച്ച് കേരളത്തിൽ ഫ്ലഡ് ഉണ്ടായപ്പോൾ അതുപോലെ കോവിഡുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ എന്താ ചെയ്തു, നമുക്ക് എയ്ഡ് കിട്ടി. അത് എന്തെങ്കിലും ഇഷ്യൂസ് എസ്പെഷ്യലി നാച്ചുറൽ കലാമിറ്റീസ്, ഫ്ലഡ്സ്, എർത്ത്ക്വേക്സ്, വോൾക്കാനിക് ഇറപ്ഷൻ എക്സെട്ര അങ്ങനെയൊക്കെ വരുമ്പോൾ ഗവൺമെന്റിനെ സഹായിക്കുന്നതാണ് എയ്ഡ്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നതാണ് ഗിഫ്റ്റ്. ഓക്കെ, ഈ 4 ടേംസും നല്ല രീതിയിൽ മനസ്സിലാക്കാം. സോ ദാറ്റ് ഈസ് ലെൻഡിങ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ദെൻ റീപേയ്മെന്റ് ഓഫ് ലോൺസ്. റീപേയ്മെന്റ് ഓഫ് ലോൺസിന്റെ പ്രത്യേകത എന്താണ്? ഗവൺമെന്റിന്റെ ബാധ്യത കുറയാണ്. റീപേയ്മെന്റ് ഓഫ് ലോൺസ് ആണ് നമ്മൾ ആദ്യം എടുത്ത വായ്പ തിരിച്ചു കൊടുക്കണം. പബ്ലിക് ഡെറ്റ്, പൊതുകടം, അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പബ്ലിക് ഡെറ്റ് റിഡംഷൻ, റീപേയ്മെന്റ് ഓഫ് പബ്ലിക് ഡെറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കാര്യങ്ങൾ. യെസ്, ദാറ്റ് ഈസ് റീപേയ്മെന്റ് ഓഫ് ലോൺസ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ്സ്, ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ അക്കൗണ്ടിൽ റവന്യൂ റെസിപ്റ്റ്സ്, ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. Types of budget. Here we need to discuss, balanced budget, then deficit budget, then surplus budget, and also zero-based budgeting and performance budget. Right? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ്, സീ വാട്ട് ഈസ് ടോട്ടൽ റെസിപ്റ്റ്സ്. ടോട്ടൽ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ റവന്യൂ അക്കൗണ്ടിലെ റവന്യൂ റെസിപ്റ്റ്സ് പ്ലസ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ഓക്കെ, റവന്യൂ അക്കൗണ്ടിലെ റവന്യൂ റെസിപ്റ്റ്സും ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്യാപിറ്റൽ റെസിപ്റ്റ്സും കൂട്ടിയാലാണ് എന്ത് കിട്ടുക? ടോട്ടൽ റെസിപ്റ്റ്സ്. ഞാൻ പറഞ്ഞ നിർമ്മല സീതാരാമനൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ള 2021-22 ബജറ്റ് എടുത്ത് നോക്കൂ. നിങ്ങൾ അതിൽ 4 ഫിഗേഴ്സ് കാണും, 3 വർഷത്തെ കണക്ക് കാണാം, ബജറ്റ് എസ്റ്റിമേറ്റ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, ആക്ച്വൽ ഫിഗർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്താണ് ഈ അക്കൗണ്ട് തരംതിരിച്ചെടുക്കണം. റൈറ്റ്, പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വാട്ട് അബൌട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ റവന്യൂ അക്കൗണ്ടിലെ റവന്യൂ എക്സ്പെൻഡിച്ചർ, then capital അക്കൗണ്ടിലെ capital expenditure. റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ആഡ് ചെയ്താൽ you will get total expenditure. Okay, so now I would like to discuss types of budget. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ടോപ്പിക്, വളരെ ബട്ട് ഒരു 5 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം, എസ്സേയിലൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. See first one, balanced budget. ഈ ടേമിനെ നിങ്ങൾ ഓർത്ത് നോക്കട്ടെ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സി വെരി സിമ്പിൾ. ഹിയർ ഗവൺമെന്റിന്റെ ബജറ്റ് ടോട്ടൽ റവന്യൂ ഈസ് എക്സാക്ട്ലി ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഓർ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. ഓക്കെ, നൈദർ ഡെഫിസിറ്റ് നോർ സർപ്ലസ്. ഗവൺമെന്റിന് കമ്മിയോ ഇല്ല മിച്ചവും ഇല്ല. ഫോർ എക്സാമ്പിൾ ടോട്ടൽ റവന്യൂ ഈസ് 500 crore and total expenditure also 500 crore. This is the case of balanced budget. Okay, നല്ല രീതിയിൽ മനസ്സിലാക്കുക. Then next concept, surplus budget. Okay, surplus budget. നമ്മുടെ നെയ്ബറിംഗ് കൺട്രി ആയിട്ടുള്ള ചൈനയുടെ ബജറ്റ് സർപ്ലസ് ബജറ്റ് ആണ്. സർപ്ലസ് എന്ന് പറഞ്ഞ ടേം നിങ്ങൾ ആലോചിച്ചു, what is the meaning of surplus? മിച്ച ബജറ്റ്. That means here total revenue is greater than total expenditure, or in another way total expenditure is less than total revenue. Surplus budget debt redemption ഞാൻ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. It is the one of the methods to repay the loans. കാരണം for example, see government in the total receipt 500, which is greater than total expenditure of 400 crore. Then 100 crore എന്താണ് ഗവൺമെന്റിന് മിച്ചമാണ്, that is surplus budget. Right. Then another concept, deficit budget. Okay, simple concept. Deficit budget, here total expenditure of the government is greater than total revenue. Okay, there are example പറയാം. Total expenditure 600 crore and total revenue is 400 crore, then 200 crore deficit coming. Okay, ഗവൺമെന്റിന്റെ ചെലവ് കൂടുതലും ഗവൺമെന്റിന്റെ വരുമാനം കുറവാണെങ്കിൽ അത് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഡെഫിസിറ്റ് ബജറ്റ്. ഇവിടെ എടുക്കുന്ന കൺസെപ്റ്റ് ഏതാണ്? ടോട്ടൽ റെസിപ്റ്റ്സും ടോട്ടൽ എക്സ്പെൻഡിച്ചറും, അഥവാ റവന്യൂ അക്കൗണ്ട് എടുക്കുന്നു, ക്യാപിറ്റൽ അക്കൗണ്ടും എടുക്കുന്നു. ഇതേ മാറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ബജറ്റുമായി ബന്ധപ്പെട്ട ഡെഫിസിറ്റ് ഡിസ്കസ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന റവന്യൂ ഡെഫിസിറ്റ്, ബജറ്റ് ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ് ആൻഡ് ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ടൈപ്സ് ആണ് സീറോ ബേസ്ഡ് ബജറ്റ് and also performance budgeting. Okay, that we are going to discuss. Right. Listen very carefully. Zero based budgeting.
ഓക്കെ, നമുക്കൊരു 2 മാർക്ക് ഒക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ 5 മാർക്കിന് ടൈപ്സ് ഓഫ് ബജറ്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. It is actually developed by Peter Frey in the 1970s. Okay, see, zero-based budgeting is a method of budgeting in which all expenses must be justified for each new period. Okay, base എന്ന് പറയുന്നത് 0 ആണ്. എല്ലാ ആക്ടിവിറ്റീസും എന്താണ്, ഒരു ന്യൂ ആക്ടിവിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, that is the process of zero-based budgeting starts from a zero base. Please underline that term, zero base. And every function within an organization is analyzed for its needs and cost. പാസ്റ്റിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ അതിന് ഇത്ര റിസോഴ്സസ് ചെലവാക്കി, ഇങ്ങനെ പറഞ്ഞ സംഭവം നമ്മൾ സീറോ ബേസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, that is also very very important. That is when budgets are then built around what is needed for the upcoming period, regardless of whether each budget is higher or lower than the previous one. Okay, so current zero base എന്താണ് ഇവിടെ zero ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Next type is that performance budget. That is very interesting topic here. A performance budget is one that reflects both the input of resources and the output of services for each unit of an organization. Performance and ഒരു ഔട്ട്കം ഓറിയന്റഡ് ആണ്. കറക്റ്റ് ചെയ്തിട്ടുള്ള അനാലിസിസ് ഉണ്ടാവും. ഇറ്റ് ഈസ് ഓൾസോ മോർ ട്രാൻസ്പെറന്റ് ആൻഡ് ഓൾസോ മോർ ഇഫക്റ്റീവ്. ദാറ്റ് ഈസ് the goal is to identify and score relative performance based on goal attainment for specified outcomes. And this type of budget is commonly used by government bodies and agencies to show the link between taxpayer funds and the outcome of services provided by federal, state or local governments. Right, that is performance based budgeting is the practice of developing budgets based on the relationship between program funding levels and expected results from that program. Now we can wind up our session. Okay, ഏറ്റവും ആദ്യം മനസ്സിലാക്കുക, അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ്. രണ്ട് ഭാഗങ്ങൾ നമ്മൾ വളരെ തറവായിട്ട് ഡിസ്കസ് ചെയ്തു. കോമ്പണന്റ്സ് ഓഫ് ബജറ്റ്, that is revenue account of the budget and capital account of the budget. Types of budget: balanced budget, surplus budget, deficit budget, zero based budget and performance budget. Okay, in the coming video we will discuss major deficits related to a budget. Key concepts: see, budget deficit, then revenue deficit, fiscal deficit, primary deficit and effective revenue deficit. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇതേ കൺസെപ്റ്റ് വെച്ചിട്ടാണ് അവിടെ ഡിസ്കഷൻ വരുന്നത്. ഓക്കെ, ഇത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ആ ടോപ്പിക്. ഓക്കെ, എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതുമാണ് ഏരിയ. ഓക്കെ, റൈറ്റ്, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ടേക്ക് കെയർ.